ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങൾ കുറേ അധികം ദിവസമായി വീഡിയോ ഇട്ടിട്ട്, എനിക്ക് തോന്നുന്നു 1.5 മാസത്തോളം അതോ അതിന് കൂടുതലോ എന്തോ ആയി തോന്നുന്നു ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് നല്ല വ്ളോഗ്സ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ഒരു ട്രാവൽ വ്ളോഗ് മാതിരി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോനകത്തൊന്നും ട്രാവൽ വ്ളോഗ് ബേസ്ഡ് അല്ല, പക്ഷെ അതിൻ്റെ പ്രിപ്പറേഷനും അതിനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ചെറിയ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഇതിന് കഴിഞ്ഞ് വരുന്നതെല്ലാം ട്രാവൽ ബേസ്ഡ് തന്നെ ആയിരിക്കും. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോണേന്നൊക്കെ പറയാം. അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു പാക്ക് ചെയ്യുന്നത് തൊട്ട് കാണിക്കാമെന്ന്. കാരണം രാവിലെ ഞാൻ എണീറ്റിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ കുറച്ച് പണിത്തിരക്കായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത്. കുറേ നാളായതുകൊണ്ടാണ് തോന്നുന്നു എനിക്കിങ്ങനെ ഫോണിൽ നോക്കി വ്ളോഗ് എടുക്കുന്ന സമയത്തൊക്കെ ഫുൾ ഓക്വേർഡ് ഫീലിങ്ങും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ശബ്ദമൊക്കെ ഈ വ്ളോഗിൽ ഉണ്ടാകും മിക്കവാറും. പിന്നെ എങ്ങോട്ടേക്കാണെന്ന് പറയുന്നതിന് മുമ്പ് ഇത് മൊത്തം ഗോകുവിൻ്റെ പ്ലാനാണ്. ഞങ്ങൾ ഒരു ട്രാവൽ ഏജൻസി വഴിയോ അല്ല പോകുന്ന സ്ഥലത്തേക്ക് ഫുള്ള് ഗോകുവാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതേപോലെ ഞാനും ഗോകും കൊച്ചും മാത്രമല്ല, ഗോകുവിൻ്റെ അച്ഛനമ്മയും എൻ്റെ അച്ഛനമ്മയും ഒക്കെ ഈ ട്രാവലിൽ ഉണ്ടാകും. അപ്പം ഒരു 9 day ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നതും. ഫുൾ അടിച്ചു പൊളിക്കണം എന്നൊക്കെയാണ് പ്ലാൻ. അനുസരിച്ച് എത്രത്തോളം നടക്കും ഇല്ല എന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ കുട്ടിയായിട്ട് പോവാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞങ്ങൾ അതിനനുസരിച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഇനി പാക്കിങ്ങിൻ്റെ ഇടയിൽ സംസാരിക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ബാഗെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ എൻ്റെ ഗോകുവിൻ്റെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ദച്ചുവിന് വേണ്ടിയിട്ട് വേറൊരു ബാഗുണ്ട്. ഇവിടെ ദച്ചു ഇരിപ്പുണ്ട്, മുടി മാത്രമേ കാണുന്നുള്ളൂ. ഇതേ ഇരുന്നോ 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 വീഡിയോയിൽ വരണമെന്നും പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇരിക്കുകയാണ്. എത്രത്തോളം ഹെൽപ്പ് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു ഡൗട്ട്. ഇതാണ് ദച്ചുവിൻ്റെ ബാഗ്. ഇതിനകത്താണ് ദച്ചു ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാൻ പോകുന്നത്. ഇപ്പൊ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ പോകെ പോകെ ഫുള്ള് വാശിയാവും എന്ന് എനിക്കറിയാം. അപ്പൊ തുടങ്ങാം. ഞാൻ കുറച്ച് ഡ്രസ്സ് ഇവിടെ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. ഇതിനകത്ത് 2-3 എനിക്ക് പാകാവുന്ന പോലെ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടൊക്കെ നോക്കിയിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ് ഞങ്ങൾ പോകുന്നത്. 9 day ട്രിപ്പാണ്. ജയ്പൂർ, ഉദയ്പൂർ, ജോധ്പൂർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഗോകുവിൻ്റെ പ്ലാനാണ് ഫുള്ള്. ഹോട്ടൽ ബുക്ക് ചെയ്തതാണെങ്കിലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള ട്രാവലിംഗ്, ട്രെയിന്, ബസ് എല്ലാം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ നോക്കിയിട്ട് നല്ല ഹോട്ടൽ, അതിന് റേറ്റൊക്കെ ഒരുവിധം നമുക്ക് പറ്റുന്ന റേറ്റിലൊക്കെയാണ് ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ദച്ചുവിൻ്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് രാജസ്ഥാനിലേക്കുള്ളത്. എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും എനിക്ക് ഒരു ഐഡിയ പോലും ഇല്ല. അവൾ നിൽക്കുമോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല. എല്ലാം ഞങ്ങൾ പിന്നെ പാരൻസും കൂടി ഉള്ളതുകൊണ്ട് ചിലപ്പം മേ ബി മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ്. ഈ ട്രിപ്പിലാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്, ഇനി കൊണ്ടുപോകാൻ പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ. അപ്പോൾ അവളുടെ ആദ്യത്തെ ട്രെയിൻ ട്രിപ്പും ആയിരിക്കും. ഞങ്ങൾ പോകുന്നത് ഫ്ലൈറ്റിലാണ്, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടേക്കൊക്കെ പോകുന്നത് വേറെ, ഇപ്പോൾ ജയ്പൂരിൽ നിന്ന് ജോധ്പൂർ അങ്ങനത്തെയൊക്കെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ട്രെയിനും അതേപോലെ ഒരു ബസ്സൊക്കെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ബസ്സിൽ ഇവിടുന്ന് പിന്നെ കൊച്ചി വരെ പോയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അവിടെ ഇരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ട്രെയിനിൽ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇരിക്കും, അതിൽ പ്രശ്നമൊന്നുമില്ല. ട്രെയിനാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. പക്ഷെ ട്രെയിൻ എന്ന ഇതിൽ പോകുന്നത് ആദ്യമായിട്ടാണ് അവൾ. പിന്നെ ഗ്രാൻഡ് പാരൻസിനെയൊക്കെ കാണുന്ന എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്, കാണാമല്ലോ എന്നുള്ള വിചാരത്തിൽ. എങ്ങനെയായിരിക്കും അവിടെ ചെന്നിട്ടേ അറിയുള്ളൂ. പിന്നെ ക്ലൈമറ്റൊക്കെ പറയുമ്പോൾ ഇവിടെ ഹൈദരാബാദിലെ ക്ലൈമറ്റ് പോലെ തന്നെ ആയിരിക്കും എന്നാണ്. കുറച്ചുകൂടി കൂടുതലാണെങ്കിലും ഉള്ളൂ തണുപ്പ്. അപ്പം അതിനനുസരിച്ച് ഇവൾക്കുള്ള തെർമൽസും ഞങ്ങൾക്കുള്ള തെർമൽസും പാരൻസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും വലിയ ഇഷ്യൂ വരില്ലെന്നൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഹോപ്പ്, അറിയില്ല. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ രാജസ്ഥാനിലേക്ക് ഇതേപോലെ പോകണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണം. ഇനി വരാനുള്ള വീഡിയോസും കാണണം. അതിനകത്ത് ഞാൻ എമൗണ്ടും കൂടി പറയാൻ ശ്രമിക്കാം. ഗോകുവിനാണ് കൂടുതൽ അറിയുന്നത്. ഗോകുവിൻ്റെ അടുത്തുനിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം മൊത്തത്തിൽ ഞങ്ങൾക്ക് ഉള്ള റേറ്റ് വരുന്നത്, ഞങ്ങൾ 3 പേരും കൂടിയിട്ട്, ഞാൻ, ഗോകു,
ദച്ചുൻ്റെയും കൂടിയിട്ട് ഫുൾ എക്സ്പെൻസ് ഒരു 75,000 to 80,000 നിൽക്കുന്നുണ്ട്. ഫുള്ള് ടിക്കറ്റ്, മറ്റേ ട്രെയിൻ ആണെങ്കിലും ബസ് ആണെങ്കിലും പിന്നെ ഹോട്ടൽ ബുക്കിംഗ്, ഫ്ലൈറ്റ്, ഇതെല്ലാം കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഫുഡിൻ്റെ ഇൻക്ലൂഡഡ് അല്ല. ഫുഡ് നമ്മൾ ഇനി അവിടെ ചെന്നിട്ടാണല്ലോ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ 75,000 to 80,000 നിന്ന് 3 പേരുടെയും കൂടിയിട്ട്. പിന്നെ പാരൻസിൻ്റെ ആകുമ്പോഴും അതേ റേറ്റ്. പക്ഷെ അവർ എറണാകുളത്ത് നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എറണാകുളത്ത് നിന്ന് ഹൈദരാബാദ്, പിന്നെ ഹൈദരാബാദിൽ നിന്നാണ് ജയ്പൂരിലേക്കുള്ള കണക്റ്റഡ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതിനും അവർക്കും അതേപോലെ തന്നെയാണ് റേറ്റ് ആയേക്കുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വഴിയെ വരുന്ന വീഡിയോസിൽ പറയാം, ഫുള്ള് അറിഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ഫുള്ള് കറക്റ്റ് എത്ര എമൗണ്ട് ആയി എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം ഇതിൽ തന്നെ. അപ്പം ഇപ്പം എനിക്ക് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ പോകാൻ ആഗ്രഹമുണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇങ്ങനെ കുട്ടികളെയൊക്കെ കൊണ്ട് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണണം. ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിക്ക് ഹെയർ ബാൻഡ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പൊങ്ങിയതാണ്. ഓക്കെ, ഇവിടെ ഇരുന്നോ. ഹലോ ഗായ്സ്. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ഡ്രസ്സ് മൊത്തം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഗോകുവിൻ്റെയും കൂടി വെക്കാനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഇതിനകത്ത് നിന്ന് ഗോകു എന്തൊക്കെ മറ്റൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ കറക്റ്റ് 9 ദിവസം ഇടാനുള്ള 9 ജോഡി ഡ്രസ്സും കുറച്ച് വീട്ടിലിടുന്ന ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാക്കിങ് ദച്ചുമോളുടെ ആണ്. ദച്ചുമോളുടെ കുറച്ച് എക്സ്ട്രാ പാക്ക് ചെയ്യണം. കാരണം അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് എങ്ങനെ ഒരു ഇച്ചിരി കോളം നനഞ്ഞാൽ തന്നെ അവളത് എടുത്ത് മാറ്റി വേറെ ഡ്രസ്സ് വേണം എന്ന് പറയും. അതുകൊണ്ട് അവൾക്ക് കുറച്ച് എക്സ്ട്രാ ഡ്രസ്സും ഡയപ്പേഴ്സും ഒക്കെ പാക്ക് ചെയ്യണം. എന്നെക്കാട്ടിലും ഇഷ്ടം അവൾക്കാണ് വ്ലോഗ് എടുക്കാൻ. ഒന്ന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിരിക്കുന്ന മുഖം കാണില്ല. ഹലോ ഗൈസ്. ഇനി ദച്ചുവിന്റെ പാക്ക് ചെയ്യാൻ മാറ. അപ്പൊ ഞാൻ ദച്ചുവിന്റെ കുറച്ച് ഡ്രസ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 9 ദിവസത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ് കൂടാണ്ട് കുറച്ച് എക്സ്ട്രാ 2-3 ബനിയനും കൂടി എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കുറച്ച് പിന്നെ ഇങ്ങനത്തെ ഈ ഡ്രസ്സ് ഞാൻ എറണാകുളത്ത് എക്സിബിഷന് പോയപ്പം വാങ്ങിച്ച ഡ്രസ്സാണ്. ഇതെനിക്ക് കുറച്ച് രാജസ്ഥാൻ വൈബ് തോന്നിയിട്ട് എടുത്തു വെച്ചെന്നുള്ളൂ. ഇതിനകത്ത് നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി മടക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കും. പക്ഷെ ഇത് ഉള്ളിൽ കയറ്റുമ്പം കുറച്ച് ഉള്ളിലേക്ക് ഇതായി പോകുന്നുള്ളൂ. ഇത് പിന്നെ പുതിയതായിട്ട് തെർമൽസ് ദച്ചുവിന് വേണ്ടി ഓർഡർ ചെയ്തതാണ് ആമസോണിൽ നിന്ന് ആണെന്ന് തോന്നുന്നു. ഇതാകുമ്പോൾ തണുപ്പിന് കുഴപ്പമുണ്ടാവില്ല. ഇത് ബ്ലാക്കും അല്ല, ഒരു ആഷ് കളറും ബ്ലൂവും പിന്നെ വേറൊരു കളറും കൂടിയാണ് ഓർഡർ ചെയ്തത്. കുറച്ച് കറക്റ്റ് അവൾക്ക് വലുതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിനു മുമ്പിട്ട ജോഡി കറക്റ്റായിരുന്നു. ഇനി കുറച്ച് വീട്ടിലെ ഡ്രസ്സും കൂടി എടുത്തു വെക്കാന്നാ വിചാരിക്കണം. ഹോട്ടലിൽ പോകുമ്പം വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 3 അങ്ങനെ വല്ല ജോഡിയും കൂടി എടുത്തു വെച്ചാലോ എന്നുണ്ട്. ഡൈപ്പേഴ്സ് കറക്റ്റ് നോക്കിയിട്ട് വേണം എടുത്തു വെക്കാൻ. എനിക്ക് ഇതിനകത്ത് ഉള്ളത് തികയുന്നാണ് തോന്നുന്നത്. പക്ഷെ ഇവൾക്ക് ഫുൾ ടൈം ഡൈപ്പർ ആയിരിക്കും. വേറെ അല്ലാണ്ടൊന്നും വാഷ്റൂമൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് അപ്പോൾ എക്സ്ട്രാ കുറേ ഡൈപ്പേഴ്സ് എടുത്തു വെക്കേണ്ടി വരും. തികയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഇനി എണ്ണി നോക്കിയിട്ടൊക്കെ വേണം എടുത്തു വെക്കാൻ. അപ്പം ഇതും കൂടി എടുത്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദച്ചുവിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം പാക്ഡ് ആണ്. പിന്നെ ബ്രഷും പേസ്റ്റും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ക്രീം, അതൊക്കെ നാളെ വല്ലതും എടുത്തു വെക്കാമെന്ന് ഞാൻ വിചാരിക്കണം. ഇത് പിന്നെ യൂസ് ചെയ്യുന്നതാണല്ലോ.
അതുകൊണ്ട് ഇനി ഇപ്പം എടുത്തേക്കാൻ പറ്റത്തില്ല. ഇനി ദച്ചുവിൻ്റെതായിട്ട് വേറൊരു സംഭവമാണ് ഇത്, അവളുടെ പോട്ടി. ഇതും കൂടി ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതില്ലാണ്ട് അവൾ വേറെ ക്ലോസറ്റിലൊന്നും ഇരിക്കത്തില്ല. അപ്പം ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആണല്ലോ. അതുകൊണ്ട് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ഇത് സെപ്പറേറ്റ് ഒരെണ്ണം കൂടി വാങ്ങിച്ചതാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു കവറിലാക്കിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും തെറ്റി ഇച്ചിരി വാശിയായി, ഉറക്കത്തിൻ്റെ ആയിരുന്നു. അപ്പം ഞാൻ കൊണ്ടുപോയി ഉറക്കി. ഇനിയിപ്പോൾ എനിക്ക് കുറച്ചും കൂടി പാക്കിംഗ് ഉണ്ട്. ലൈക്ക് ഓർണമെൻറ്റ്സ്, ചെറിയ തോതിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് അത് എടുത്ത് വെക്കണം എന്നുണ്ട്. പിന്നെ മറന്നു പോയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ, ഓർമ്മ വരുമ്പോൾ അപ്പം എടുത്ത് വെക്കുന്നത്. ആകെ ഇപ്പോൾ ഡ്രസ്സ് മാത്രം കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുമ്പോൾ ഓരോന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഇപ്പോൾ ഓർമ്മ വന്നതാണ് എനിക്ക് ഓർണമെൻറ്റ്സ്, അപ്പോൾ അതെടുത്ത് വെക്കണം. പിന്നെ ദച്ചുവിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ ആക്ച്വലി ചെക്ക് ലിസ്റ്റ് ആകെ കുറച്ച് എൻ്റെ കയ്യിലുള്ളൂ, ബാക്കി നാട്ടിലാണ് വെച്ചേക്കുന്നത് ഞാൻ. അപ്പോൾ ഇതിന്ന് എല്ലാം ഒന്നും കൊണ്ടുപോകുന്നില്ല, 1-2 മാലയോ കമ്മലോ എടുത്തുകൊണ്ട് വന്ന് വിചാരിച്ചത്. പിന്നെ ദച്ചുവിൻ്റെ കുറച്ച് മെഡിസിൻസ് ഉണ്ട്, കോൾഡും ചുമയും പാരസെറ്റമോളും നേസൽ സ്പ്രേ ഒക്കെ ഉണ്ട്, നേസൽ ഡ്രോപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ എടുത്ത് വെക്കണം. ഇതൊക്കെ എസ്പെഷ്യലി ആ മെഡിസിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് മറന്നു പോകുന്നതിന് മുമ്പ് എടുത്ത് വെക്കാൻ വിചാരിച്ച് ഞാൻ എല്ലാം പുറത്തേക്ക് എടുത്തതാണ്. ഇതൊക്കെ ബാഗിൽ കയറ്റണം. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതിയോളം പാക്കിംഗ് തീർന്നു. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഓർമ്മ വരുന്നതും പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീമും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ മതി. പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഞാൻ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഇന്നലെ വാങ്ങിച്ച ബിരിയാണിയാണ്, ബാക്കി വന്നുകൊണ്ട് അത് ഞാൻ ഉച്ചയ്ക്ക് എടുത്തു എന്നുള്ളൂ. ദച്ചുവിന് ഞാൻ നേരത്തെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പിന്നെ ആ ലഞ്ചിൻ്റെ അത് ഷൂട്ട് ചെയ്തതിന് ശേഷം വേറെ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പം ഇന്നാണ് ഞാൻ എടുക്കുന്നത്, നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ. ഇപ്പോൾ ദച്ചു ഇച്ചിരി വാശിയായിട്ടിരിക്കുകയാണ്. ഉറക്കം എണീറ്റ്, പക്ഷേ ഉറക്കം കംപ്ലീറ്റ് ആയിട്ടില്ല, അതിൻ്റെ ഫുൾ വാശിയുണ്ട്. അപ്പം ഞങ്ങൾ ഒരു മൂവിക്ക് ഓൾറെഡി ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ദിലീപിൻ്റെ. അപ്പം 8 മണിക്കാണ് ഷോ. അപ്പം അതിന് മുമ്പ് ഒന്ന് ഇവളുടെ വാശിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം, എന്നിട്ട് റെഡി ആവണം, പോകണം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന്. മൂവിയുടെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു, മിക്സഡ് റിവ്യൂസ് ഉണ്ട്. പിന്നെ മോസ്റ്റ്ലി എല്ലാവരും നല്ല ഫൺ ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഒന്ന് കാണണം എന്നുള്ളത്. നാളെ പിന്നെ ഞങ്ങൾ പോവുകയാണല്ലോ ട്രിപ്പ്. അപ്പം അതിന് മുമ്പ് മൂവി കാണാമെന്ന് വിചാരിച്ചു. ആ ഒരു ഓളത്തിൽ കാണണമല്ലോ. തിയേറ്റർ എഫക്റ്റാണ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം, OTTയിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പം വഴിയെ കാണാം. പിന്നെ മൂവി കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ദച്ചു ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മൂവിയുടെ റിവ്യൂ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. എനിക്ക് തോന്നി എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ പിന്നെയും വീഡിയോ ലോങ് ആയി പോകും, നാളെയും കൂടി ലോങ് അല്ല എക്സ്റ്റെൻഡ് ആയി പോകും പിന്നെ എടുക്കലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ പറഞ്ഞിട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന്. എൻ്റെ ഒപ്പീനിയനിൽ ആ മൂവി ആക്ച്വലി എനിക്ക് തോന്നിയത് അതൊരു ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവി പോലെയാണ് തോന്നിയത്. ഒരു കഥയൊന്നുമില്ല അതിനകത്ത്, അവർ ഓൾറെഡി പറയുന്നുണ്ടല്ലോ, ലോജിക്കൊന്നും ഇല്ലാന്ന്. ഇഷ്ടമായോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. ഇഷ്ടവും തോന്നിയില്ല, ഇഷ്ടക്കേടും തോന്നിയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. മോഹൻലാലിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. ആ ലുക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അല്ലാതെ പടത്തിന് പ്രത്യേകിച്ച് വൺ ടൈം വാച്ചബിൾ ആണോ, ടി വിയിൽ കണ്ടാലും ഒരേപോലെ തന്നെ എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ഞാൻ ഈ റിവ്യൂവിലൊക്കെ കാണുന്ന മാതിരി തിയേറ്ററിൽ പോയി ഇരുന്ന് കണ്ടാൽ നല്ല രസമായിരിക്കും അങ്ങനത്തെ രീതിക്കൊന്നും എനിക്ക് തോന്നിയില്ല. അത് എൻ്റെ ഒപ്പീനിയനാണ്. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫുൾ അഴിഞ്ഞാട്ടമാണ്, അത് ശരിയാണ്, ഫുൾ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. ഒരു
തെലുങ്ക് മൂവിയൊക്കെ കണ്ടിറങ്ങിയ ഒരു എഫക്റ്റായിരുന്നു എനിക്ക് ആ മൂവി കണ്ടു കഴിഞ്ഞപ്പം. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അല്ലാണ്ടൊരു കഥയൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് ആരും പോവുക വേണ്ട. ഞാനും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് തന്നെയാണ് പോയത്. ഓൾറെഡി ഞാൻ റിവ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോരാണ്ട് അവർ പറയുന്നുണ്ട് അതിനകത്ത് ലോജിക്കൊന്നും ഇല്ലയെന്ന്. അതുകൊണ്ട് തന്നെ അതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് പോയതാണ്. പക്ഷെ എന്നാലും എനിക്കതും കൊണ്ട് എത്തിയില്ല. ചില അവിടെ ഇവിടെ കുറച്ച് ഡയലോഗുകൾ മാത്രം നന്നായി തോന്നി. അതാണ് എൻ്റെ ഒപ്പീനിയൻ. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. അപ്പം നാളെയാണ് ഞങ്ങൾ പോകുന്നത് ജയ്പൂരിലേക്ക്. അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഫുൾ അങ്ങോട്ടേക്ക് ട്രാവൽ വ്ലോഗായിരിക്കും. രാജസ്ഥാൻ കാണുന്നതൊക്കെ ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ബൈ പറയോ? ബൈ.